ഇന്ന് പഠിക്കാൻ നാളെ പഠിക്കാൻ ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കും ഇല്ലടാ. ആ ചങ്കിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം 8ാം ക്ലാസ്സിലെ മക്കളെ കാത്തിരുന്ന ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കളയാൻ ഒരു സെക്കൻഡ് പോലും ഇല്ല മക്കളെ. ഓരോ നിമിഷവും ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ പോരാടിയേ പറ്റൂ. എങ്ങനെയാണ് ടൈം ടേബിൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫെബ്രുവരി 24 തിങ്കളാഴ്ചയാണ് എക്സാം തുടങ്ങുന്നത്. അന്ന് രാവിലെ 10 മുതൽ 11:45 വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ നിങ്ങൾക്ക് ഏതായിരിക്കും ഒന്നാം ഭാഷ പേപ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, അറബി, സംസ്കൃതം, ഉറുദു നിങ്ങൾ ഏതാണോ എടുത്തത് ആ സാധനമായിരിക്കും. ആൻഡ് പിന്നെ ചൊവ്വാഴ്ച വെരി നെക്സ്റ്റ് ഡേ 25-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾക്ക് ഹിന്ദിയാണ്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഏതാണ്? യെസ്, ഒന്നാം ഭാഷ പേപ്പർ 2 അതായത് മലയാളം സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, യെസ്. ആൻഡ് 27-ാം തീയതിയാണ് പിന്നെ എക്സാം വരുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ദിവസം നിങ്ങൾ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് വരുന്നത്? 27-ാം തീയതി വ്യാഴാഴ്ച ഗണിതമാണ്. അപ്പോൾ 26-ാം തീയതി എന്ത് സംഭവിച്ചാലും ഗണിതം നിങ്ങൾ അടിച്ച് പൊള്ളിയായിട്ട് പഠിച്ചിരിക്കണം. മാത്സ് തൂഫാനാക്കിയിരിക്കണം. ആൻഡ് പിന്നെ വരുന്നത് എന്നാണ്? നേരെ നെക്സ്റ്റ് ഡേ 28-ാം തീയതി വെള്ളിയാഴ്ച ഏതാണ്? അടിസ്ഥാന ശാസ്ത്രമാണ്. ഓക്കെ. ആൻഡ് പിന്നെ 6-ാം തീയതിയെ നമുക്ക് എക്സാം വരുന്നുള്ളൂടാ. എത്ര വലിയ ഗ്യാപ്പാന്ന് നോക്കി. പിന്നെ നമുക്ക് വരുന്നത് എക്സാം ഫെബ്രുവരി അല്ല മാർച്ച് 6-നാണ് വരുന്നത്. അത് വ്യാഴാഴ്ചയാണ്. ആൻഡ് വ്യാഴാഴ്ച നിങ്ങൾക്ക് എന്താണ്? ഫോർനൂൺ. എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതാ മാത്സ് എന്നാണ്? മാത്സ് രാവിലെ തന്നെയാണ്. സോറി, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. സോറി, വിട്ടുപോയി പറയാൻ. ആൻഡ് പിന്നെ അന്ന് എന്തില്ല, രാവിലെ എക്സാം ഇല്ല. 28-ാം തീയതി വെള്ളിയാഴ്ച. പിന്നെ 6-ാം തീയതി മാർച്ച് 6 വ്യാഴാഴ്ച നമുക്ക് എന്താണ്? ഉച്ചയ്ക്ക് അല്ല രാവിലെ 10 മുതൽ 12:45 വരെ കലാ കായിക പ്രവൃത്തി പരിചയമാണ്. ആൻഡ് 20-ാം തീയതിയാണ് പിന്നെ എക്സാം വരുന്നത് അല്ലേ? വലിയ ഗ്യാപ്പാണ് വരുന്നത്. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. സാമൂഹ്യ ശാസ്ത്രമായിരിക്കും. ആൻഡ് പിന്നെ 25-ാം തീയതി 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തില്ല, എക്സാം ഇല്ല. അത് 9-ന്റെ ഉള്ളതുകൊണ്ട് അവിടെ കൊടുത്താണ്. അപ്പോൾ 27 കഴിഞ്ഞാൽ പിന്നെ 28-നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 6-ാം തീയതിയേ ഉള്ളൂ. പിന്നെ 20-ാം തീയതിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നാണ്? പിന്നല്ല, കഴിഞ്ഞു. ഇത്രയുമാണ് നിങ്ങൾക്കുള്ളത്. സോ മക്കളെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇത് ലേശം ക്വാളിറ്റി കുറവുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ആൻഡ് ഗെറ്റ് റെഡി. എല്ലാവരും ഗെറ്റ് റെഡി. വാർ ഈസ് ഓൾമോസ്റ്റ് ഹിയർ. തൊട്ടടുത്താണ് യുദ്ധമുള്ളത്. പഠിച്ചു തുടങ്ങിക്കോ മക്കളെ, പഠിച്ചു തുടങ്ങിക്കോ. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഓരോ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.